ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ശ്രോതാക്കളെ, ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേൽ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 51-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് 4-ാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര ഇന്നും തുടരുകയാണ്. ഫിലിസ്ത്യരോട് തോറ്റ ഇസ്രയേൽ തങ്ങളുടെ തെറ്റ് തിരുത്താതെ, അതായത് ദൈവത്തിങ്കലേക്ക് ഹൃദയപൂർവ്വം മനം തിരിയാതെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ചരിത്രം നാം ഓർക്കുകയുണ്ടായി. വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ, ദൈവസന്നിധിയിൽ യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാകണം. യഹോവയെ തന്നെ അന്വേഷിക്കണം. ദൈവസന്നിധിയിൽ ശരിയായത് ചെയ്യാതെ പുറമേയുള്ള ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് യുദ്ധം വിജയിക്കയില്ല, ദൈവപ്രസാദം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നാം ഓർക്കേണ്ടതാണ്. 4-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ദുഃഖകരമായ സംഭവങ്ങളാണ് ദൈവത്തെ അന്വേഷിക്കാത്തതുകൊണ്ട് ഇസ്രായേലിന് വീണ്ടും ഭവിച്ചത് എന്നുള്ളത് നാം ഓർത്തുകൊണ്ടിരിക്കുക. അതിലൊന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? ദുഃഖകരമായ സംഭവം എന്തായിരുന്നു? നാം ഓർത്തതുപോലെ 11-ാം വാക്യത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് ഫിലിസ്ത്യരാൽ ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരിക്കലും കുറവ് വന്നിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പെട്ടകം ദൈവ സാന്നിധ്യത്തെ അന്വേഷിക്കേണ്ടതിന് പകരം നാമമാത്രമായി ദൈവത്തെ അന്വേഷിച്ചപ്പോൾ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയ നിയമത്തിൻ്റെ പെട്ടകം അത് ശത്രുക്കളുടെ കരങ്ങളിലാകുവാൻ ദൈവം അനുവദിക്കുന്ന ചരിത്രമാണ് നാം ഓർത്തത്. രണ്ടാമത്തെ കുഴപ്പം എന്താണ്, അല്ലെങ്കിൽ ദുഃഖകരമായ വസ്തുത എന്താണ് ഇസ്രായേലിന് സംഭവിച്ചത്? 10-ാം വാക്യത്തിലാണ് 4-ാം അധ്യായം ശമൂവേൽ 1-ാം പുസ്തകത്തിൽ നാം അത് കാണുന്നത്. ഇസ്രായേൽ തോറ്റു, ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. എത്ര ദുഃഖകരമായ വസ്തുതയാണ് നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിയായിട്ടുള്ള ജീവിതം നയിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ മുൻപാകെ യഥാസ്ഥാനപ്പെടേണ്ടതുപോലെ യഥാർത്ഥമായിട്ടുള്ള യഥാസ്ഥാനം സംഭവിച്ചില്ലെങ്കിൽ, ശരിയായിട്ടുള്ള അനുതാപം ദൈവത്തിൻ്റെ ജനത്തിന് സംഭവിച്ചില്ലെങ്കിൽ, നോക്കുക എത്രമാത്രം ദുഃഖകരമായ വസ്തുതയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പരാജയം ഇസ്രായേലിന് സംഭവിച്ചു. ആ പരാജയത്തിൽ നിന്ന് അവർ പാഠം പഠിക്കുകയായിരുന്നില്ല. അവർക്ക് കാര്യം മനസ്സിലായി എന്നുള്ളത് വസ്തുതയാണ്. ദൈവം കൂടെയില്ല എന്ന് ഇസ്രായേൽ മൂപ്പന്മാർക്ക് ജനത്തിനെല്ലാം ബോധ്യപ്പെട്ടു. എന്നാൽ അവർ ദൈവത്തിങ്കലേക്ക് തിരിയാതെ ബാഹ്യമായ കാര്യങ്ങൾ വീണ്ടും നിൽക്കുകയാണ്. അതുകൊണ്ട് സംഭവിച്ച വിഷയമാണ് 10-ാം വാക്യത്തിൽ നമ്മൾ ഓർത്തത്. ഇസ്രായേൽ വീണ്ടും തോൽക്കുകയാണ്. ആവർത്തിച്ചുള്ള തോൽവി അത് ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ആവർത്തിച്ച് ചില കുഴപ്പങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ സാധാരണയായിട്ട് കണ്ടുവിടരുത്. ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിക്കുവാൻ, ജീവിതങ്ങളെ ഒന്ന് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ ഇതാ വളരെ വ്യക്തമായി കാണുകയാണ്, ഇസ്രായേൽ തോറ്റു എന്നുള്ള വസ്തുത. ഇസ്രായേൽ തോൽക്കുമ്പോൾ അവർ ദൈവത്തിങ്കലേക്ക് തിരിയണമായിരുന്നു. എന്നാൽ നാം വീണ്ടും വായിക്കുന്നു, ഇസ്രായേൽ തോറ്റു, ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് ഓടി. യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടുന്ന സൈന്യത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഭടന്മാർ അവരെന്ത് ചെയ്തു? താൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്.
പ്രിയപ്പെട്ടവരെ, പ്രാണഭയം അവരെ ഭരിക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. ദൈവം നമ്മെ ആക്കിയ സ്ഥാനങ്ങളിൽ ധൈര്യത്തോടെ നമുക്ക് നിന്ന് ശുശ്രൂഷകൾ നിർവഹിക്കണമെങ്കിൽ കർത്താവിനെ അന്വേഷിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ള വസ്തുത മറക്കുവാൻ പാടില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി. ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ നിന്ന് പോരാടി വിജയം കൈവരിക്കേണ്ടുന്ന ഇസ്രായേൽ ഭടന്മാർ താൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുകയാണ്. തുടർന്ന് വായിക്കുന്നത്, ഇസ്രായേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ഒരു വലിയ ജനക്കൂട്ടം, സൈന്യത്തിൽ ഒരു വലിയ ഭാഗം നശിച്ചു പോകുന്ന, സംഹരിക്കപ്പെടുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചെറിയ ഒരു സംഖ്യയല്ല വീണുപോയത്, 30,000 കാലാൾ പട വീണുപോവുകയാണ്. എത്ര വലിയ നാശമാണ് ഇസ്രായേലിന് സംഭവിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അത് കേവലം മാനുഷികമല്ല, മറിച്ച് ആത്മീയ വീഴ്ചയാണ്. ദൈവത്തെ അന്വേഷിക്കാതെ സൈന്യാധിപനായ കർത്താവിൻ്റെ മുൻപാകെ വന്ന് അവിടുത്തെ പരമാധികാരത്തിന് കീഴടങ്ങി വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാതെ അവർ തങ്ങളുടെ തൻ്റെതായിട്ടുള്ള പാപങ്ങളിൽ തുടർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു മഹാസംഹാരം ഇസ്രായേലിൽ സംഭവിക്കുകയാണ്. 30,000 കാലാൾപ്പട വീണുപോകത്തക്ക നിലയിൽ മഹാസംഹാരമുണ്ടായി എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം വീണു പോകരുത്. നമ്മളിൽ ആരും ദൈവത്തിൻ്റെ കോപത്തിലേക്ക് വീണുപോകുവാൻ സംഗതിയാകരുത്. അതിനു മുൻപ് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, അന്വേഷിക്കേണ്ടവനെ അന്വേഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് സാധിക്കണം. ഇസ്രായേലിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം അതാണ്. അവിടെ ഉണ്ടായ ആ വലിയ കുറവ് ദൈവമുൻപാകെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മെ തന്നെ തിരുത്തുവാൻ മുഖാന്തരമാകട്ടെ. അതിനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.